ഞാൻ എൻ്റെ കണ്ണിൽ കൂടി കാണുന്നതും ദൈവം എൻ്റെ കണ്ണിൽ കൂടി കാണുന്നതും ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെ കാഴ്ച മനോഹരമാക്കുക. ഇതൊരു ഫിലോസഫിക്കലായിട്ടുള്ളൊരു തോട്ടാണ്. അതായത് ഞാൻ എൻ്റെ കണ്ണിൽ കൂടി കാണുന്ന കാഴ്ച ദൈവം എൻ്റെ കണ്ണിൽ കൂടി കാണുന്ന കാഴ്ചയാണെന്ന് ഞാൻ മനസ്സിലാക്കിയാൽ എൻ്റെ കാഴ്ചയെ മലിനപ്പെടുത്തുവാനായിട്ട് ഞാൻ ശ്രമിക്കില്ല. അപ്പം ഞാനും ദൈവവും കൂടി ഒരേ രീതിയിലുള്ള കാഴ്ചകളാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ആ കാഴ്ചയെ മനോഹരമാക്കണം. കാഴ്ചയാകുന്ന ആ സെൻസിനെ പരിപൂർണമായിട്ട് എനിക്ക് എൻ്റെ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് കഴിയണം. അത് മറ്റു കാര്യങ്ങളിലേക്ക് ചിന്തിക്കുവാനോ മറ്റു കാഴ്ചകളിലേക്ക് ഡൈവേർട്ട് ചെയ്യുവാനോ ഒരിക്കലും അനുവദിക്കരുത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് എൻ്റെ കണ്ണിനെ ഞാൻ എപ്രകാരം കൺട്രോൾ ചെയ്യുന്നോ അത് തന്നെയാണ് ദൈവം എന്നിലൂടെയും പ്രവർത്തിക്കേണ്ടത്. അപ്പം കാഴ്ചകൾ മനോഹരമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കാഴ്ചകൾക്കനുസരിച്ച് എൻ്റെ കാഴ്ചപ്പാട് മാറുവാനായിട്ട് ശ്രമിക്കരുത്. എൻ്റെ കാഴ്ചകളെയും എൻ്റെ കാഴ്ചപ്പാടുകളെയും ഒരുപോലെ നിയന്ത്രിക്കുവാനായിട്ട് എനിക്ക് കഴിയണം. അതുകൊണ്ടാണ് പറഞ്ഞത് എൻ്റെ കണ്ണിൽ കൂടെ ഞാൻ കാണുന്നതും അത് ദൈവം കാണുന്നതും ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രമിക്കുക, കാഴ്ചകളെ മനോഹരമാക്കണമെങ്കിൽ നിങ്ങളുടെ കാഴ്ചകളുടെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലിരിക്കണം. ആ കാഴ്ചകൾ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ കാണുവാൻ മാത്രമായിരിക്കണം.